ശരി, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ കെല്ലറിലൂടെ 3 ഭീകരരെ ഷോപ്പിയാനിൽ വധിക്കാൻ ഇന്ത്യയുടെ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. അവിടെ വലിയ തോതിൽ ആയുധശേഖരം കൂടി പിടികൂടിയിട്ടുണ്ട്. ബസന്ത്, ഇപ്പോഴും ഓപ്പറേഷൻ കെല്ലർ പുരോഗമിക്കുകയാണോ? കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ ഉള്ളതായി സൈന്യം സംശയിക്കുന്നുണ്ടോ? ഓപ്പറേഷൻ ഇന്നലെ തന്നെ ഏറ്റുമുട്ടൽ ഷോപ്പിയാനിൽ അവസാനിച്ചിരുന്നു. 3 സൈനികരെ കൊലപ്പെടുത്തി എന്നുള്ളത്, 3 ഭീകരരെ കൊലപ്പെടുത്തി എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സൈന്യം അറിയിക്കുകയും ചെയ്തിരുന്നു. സൈന്യം നടത്തിയ വലിയൊരു ഏറ്റുമുട്ടലായിരുന്നു ഇന്നലെ. വലിയ തോതിലുള്ള ആയുധ ശേഖരങ്ങളാണ് പിടിച്ചെടുത്തത്. AK-47 റൈഫിളുകളും അതോടൊപ്പം തന്നെ വെടിയുണ്ടകളും ഗ്രനേഡുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ തന്നെ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. 44 രാഷ്ട്രീയ റൈഫിൾസിലെ വീരജവാന്മാരാണ് ഇന്നലെ ഈ ഭീകരർക്കെതിരെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഷോപ്പിയാൻ മേഖലയിലെ കെല്ലർ ഷുക്രു വനമേഖലയിൽ നടത്തിയത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ഓപ്പറേഷൻ ഉച്ചയോടുകൂടിയാണ് അവസാനിച്ചത്. ഈ 3 പേരെയും വധിക്കുകയും ചെയ്തു. 2 പേർ പാക് ഭീകരരാണ്, ഒരാൾ തദ്ദേശീയ കശ്മീരി ഭീകരനാണ്. ഈ അദ്നാൻ കുട്ടുവിൻ്റെ ഷാഫി അഹമ്മദ് കുട്ടയുടെ വീട് നേരത്തെ ഈ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എതിരെയുള്ള നടപടികളുടെ ഭാഗമായി ഇടിച്ചു നിരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരാളെ തിരിച്ചറിയാനുണ്ട്. ഒരു പാക് ഭീകരനെ ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അത് അദ്നാൻ ഷാഹിദ് ധർ ആണ് എന്നാണ് സേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. വലിയ തോതിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്നലെ നടന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയൊരു ആയുധ ശേഖരമാണ് കണ്ടെത്തിയത്. ഗ്രനേഡുകൾ, അതോടൊപ്പം തന്നെ വെടിയുണ്ടകൾ, AK-47 റൈഫിളുകൾ, അതിലുപയോഗിക്കുന്ന വെടിയുണ്ട ഉൾപ്പെടുന്ന മാഗസീനുകൾ, ഇവയെല്ലാം തന്നെയാണ് പിടിച്ചെടുത്തത്. ഗ്രനേഡുകൾ. അപ്പോൾ വലിയ തോതിലുള്ളൊരു ആക്രമണം തന്നെയാണ് ഇവർ ഇവിടെ ഭീകരാക്രമണം അഴിച്ചുവിടാൻ തന്നെയായിരുന്നു ലക്ഷ്യമിട്ട് വന്നത്. പക്ഷേ സേന വളരെ ഐതിഹാസികമായി അവരെ നേരിടുകയും 44 രാഷ്ട്രീയ റൈഫിൾസിലെ സേനാംഗങ്ങൾ ഇവരെ 3 പേരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഷുക്രു വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. അവിടെ വെച്ച് തന്നെ ഇവരെ പിടിച്ച ഇവരുടെ മൃതദേഹങ്ങളും ഭാഗമായിട്ട് പിടികൂടിയത്.